കണ്ടോ സാറേ? ഇന്ന് രാവിലെ പണി കഴിഞ്ഞ് ഓട്ടോ ചെയ്ത് ഇത് 3-ാം തവണ ഈ കളി കാണിച്ചു കൂട്ടുന്നത്. എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഓൾ പറയുന്നു കേട്ടോ. എന്താ കാരണം? എന്ത് കാരണം സാറേ? ഞാൻ വേറെ പാർട്ടിക്കാരായതുകൊണ്ട്, ഇവരുടെ യൂണിയനിൽ ചേരാത്തോണ്ട്. ഞാനൊരു ആദിവാസി പെണ്ണായി പോയില്ല സാറേ. ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുന്ന ഇവൾക്ക് സഹിക്കുന്നില്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട്. ഞാനും ജനിച്ച നാടായത് എനിക്കറിയാം സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നുണയാ സാറേ. ഇവളെ പണി എന്താ അറിയാ? കസ്റ്റമേഴ്സിനെ കുറിച്ച്, ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയില്ല. ട്രിപ്പ് തട്ടെടുക്കുക, ആരോടും ദേഷ്യന്റെ തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക, കള്ളു കുടിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. സംശയം നാട്ടുകാരോട് ചോദിച്ചോ. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ, അതല്ലേ മാന്യത. പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് കിടന്ന് ചലക്കുന്നോടാ നീ. പ്രശ്നം നമ്മളെ കയ്യിലെക്കൂല. ഒരു പ്രശ്നമില്ല, കേസ് എടുക്കണം. ആൾക്കൂട്ടത്തിന്റെ ബലത്ത് ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നല്ല. നിയമം കൈയെടുത്ത എല്ലാത്തിനും പൊക്കും. മോൻസാറേ, കൂത്തുറമേന്ന് കൂടുതൽ പോസ്റ്റോട് വരാൻ പറ. ആഹാ, കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരാന്ന് വെച്ചാൽ എന്ത് തോന്നിയതും കാണിക്കാം. ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ തീരുമാനായി. എന്താ മോഹന, നിങ്ങള് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കല, തീർക്കാനല്ലേ നോക്കണ്ട്. സാർ ഇവിടുത്തെ ഇഷ്യൂ കണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഇവരെല്ലാരും ഇത് ഓട്ടോക്കാർ തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി, കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇതുവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക്. അതിനിവിടെ ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ?
പ്രശ്നമല്ല സഖാവേ ഇത്. ഓള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാ. തീർത്താ തീരാത്ത പല പ്രശ്നങ്ങൾ ഈ പാർട്ടി ദിനം പ്രതി നേരിടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ? ചന്ദ്ര ഓളൊരു പെണ്ണാണ്. സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെ അല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. ഇനിയോള് സ്റ്റാൻഡിലൂടിയ നാണക്കേടാണ് സഖാവേ. അതിനോള് സ്റ്റാൻഡിലിറങ്ങി ഓടുമ്പോഴല്ലേ അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല്, പണികളേണ്ട. എന്നാ ശരി മാഷേ. സാർ കുറച്ചു നേരമല്ലോ അടക്കടന്ന് പരിങ്ങുന്നു. ആരാ? സഖാവേ, അത് നിങ്ങളെ പുതിയ ഗൺമാനാന്ന് ഇന്നലെ വന്നിനേനു. കൊടുക്കാം രാവണി മാഷ്. ആ മാഷെ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ ഹലോ. രാജേഷ് ചേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ചേച്ചി ഈടേടി ഉണ്ടല്ലോ. അല്ല, എന്നിട്ട് നിങ്ങൾ വരുന്നില്ല? ഓ അതെയാ. ഞാൻ ഇവിടെയുണ്ട് ചേച്ചി. രാജേഷ് ചേട്ടൻ. ഹലോ രാജേട്ടാ, എന്തെല്ലാം ഉണ്ട്? നിങ്ങൾ തലേന്നേ വരൂന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അച്ചാച്ചന് ഈടെ ഉണ്ടേനല്ലോ. രാമയുടെ അച്ചാച്ചന് കൊടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ. ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ഷോനില്ലാണ്ടായി പോയി. പാവം എന്റെ മോള്. എന്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ. പക്ഷെ പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഇതിനെങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? ഞാനല്ല, പാർട്ടിയാ തരുന്നത്. അങ്ങനെ കാണാവൂ. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്. അതാ രാത്രി തന്നെ വന്നത്. ഈടത്തോളം വന്നിട്ട് മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപടി പറ്റുപാരാതെ പോയാൽ ഓക്ക് സങ്കടാവും. എല്ലാരും മുകുന്ദേട്ടാ, ഞാൻ താഴെ കണ്ടിനു. കേറി വരൂന്ന് അമ്മ പറഞ്ഞു. സുജക്ക് സന്തോഷമായി. ഇതല്ല സതീശ, മാലയിട്ടാ. അടുത്ത മാസം പോണം. ആ സൈസ എന്നാ വിളമ്പിക്കോ. എടുക്കാം. ബിരിയാണിയാ, ഞാൻ കഴിക്കൂലല്ലോ. അറിയപ്പാ, നാളെ ചോറല്ലേ? വാ. ചെല്ലി പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്. എല്ലാത്തിനും ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിൻ്റെ പുതിയ ഗൺമാനാ. ഓ, ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ. അത് പ്രൊട്ടക്ഷൻ. ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കല്യാണ വീട്ടിൽ വന്നിട്ട് ഇമാതിരി വർത്താനം പറയുന്നു. വിജയ്, ഇയാളെ ആള് മോശമില്ലല്ലോ.
നമ്മൾ കുറച്ച് ഗവൺമെന്റ്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ വീട്ടിൽ പറഞ്ഞു. മുന്നേട്ടം നമുക്ക് ആരാന്ന് എനിക്കറിയാം. വീടിന് വർത്താനം പറയുമ്പോ ആലോചിച്ച് പറയണം കേട്ടോ. എന്റെ ഫിറോസ് ഏടുന്ന കിട്ടിയ ആളാ. ചെല്ലി വിളിക്കുന്നുണ്ട്. ചെല്ലടോ. എന്റെ പേരെന്തെന്നാ പറഞ്ഞു? അയ്യപ്പദാസ്. അയ്യപ്പദാസെ 19 വർഷമായിട്ട് ഈ മണ്ണി ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത്. പാർട്ടിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, പക്ഷെ എനക്കതില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. ആരാപ്പത്? സാറെന്താ അന്തം വിട്ടിക്കുന്നു? സാറ് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വാ സാറേ, ഒരത്യാവശ്യ കാര്യമാണ്. ഡ്യൂട്ടിയിലാണ്. ഓലക്കാണ് ഡ്യൂട്ടി. നിങ്ങൾക്ക് കാറ്റുണ്ടാ? അയാൾ ചോറ് കഴിച്ച് വരുമ്പോഴത്തേക്കും 2 അടിച്ചിട്ട് പോയിക്കോ. അയാൾ നിങ്ങളോട് പറഞ്ഞാലേ ഞാൻ കേട്ടിന്. മുകുന്ദൻ ഒതിർക്കല്ലാത്ത ചെറ്റ. ആ ഓ മാത്രല്ല, ഓന്റെ പാർട്ടിക്കാരും. അല്ല, നിങ്ങള് എന്തെന്നാടാ വേറെ പാർട്ടിയായാല് ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യം ജീവിക്കണ്ടേ? അതുകൊണ്ട് സഖാവെങ്കിൽ സഖാവ്. വയസ്സേ 36. പാനൂരുകാരനായിട്ട് പെണ്ണും കിട്ടുന്നില്ല. കുരിപ്പ്. നിങ്ങൾക്ക് വേണ്ട? എന്റെ പൊന്നയ്യപ്പദാസെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. ഇതെല്ലാം നേർച്ച കേസാ. ഏത് നിമിഷം തീരും. ഒരകലം പാലിച്ച് നടന്നു. കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗവൺമെന്റാണോ നോക്കൂല. ഏടുന്നു എപ്പോഴും എന്തു സംഭവിക്കാം. ചിലപ്പോ ഇപ്പോ ഈ കല്യാണം വീട്ടുന്നായിരിക്കും പെട്ടെന്നൊരു ബോംബ്. ഇയാൾ ആരെന്ന് നീ വിചാരിച്ചേ? 90 മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഇയാൾതാ. പന്ന്യന്നൂർ മുകുന്ദൻ. ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രനു, പക്ഷെ ഇപ്പം പെട്ട്. ഏത്? നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വിനോദ് വധക്കേസ് 2-3 കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്ത് കളഞ്ഞില്ലേ? അതിൽ 9ാം പ്രതി അയാൾ. അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ്. അപ്പൊ അവര് വെറുതെ വിടുമോ? നാളെ അതിന്റെ സാക്ഷി വിസ്താരം തുടങ്ങുന്ന. സൂക്ഷിച്ചോ.